കഴിഞ്ഞ പയറിൻ്റെ വീഡിയോയിൽ ഞാനൊരു പുതിയ പയർ നട്ടതിനെ കുറിച്ചുള്ളതായൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നല്ല നീളമുള്ള പയർ ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. പക്ഷേങ്കിൽ അത് വിചാരിച്ചത്ര നീളമൊന്നും വന്നില്ല. എൻ്റെ അത്ര നീളമുള്ള പയറാണ് ഞാൻ കണ്ടത്. പക്ഷേ നമ്മൾ നട്ടപ്പോൾ അത്രയും നീളമില്ലെങ്കിലും ഇവിടെ ഉള്ള പയറിനേക്കാളും കുറച്ചുകൂടെ നീളമുണ്ട് എന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതെന്ത് വേണം, നമ്മുടെ പയർ നട്ടാൽ മാത്രം പോരാ, നമ്മളത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതും അത് കാ പിടിച്ച് നിൽക്കുന്നതും അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്നതൊക്കെ ആയിട്ട് സ്വപ്നം കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓരോന്നും നടാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ സ്വപ്നമൊക്കെ കണ്ടു. ഞാൻ നമ്മുടെ പയറൊക്കെ നട്ട് ഇഷ്ടം പോലെ പയറൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. കണ്ടില്ലേ, ഇഷ്ടം പോലെ നിൽക്കുന്നത് കണ്ട്, അത്യാവശ്യം നീളമൊക്കെ ഉണ്ട്. കണ്ടില്ലേ, അപ്പം ആദ്യം പിടിച്ചതൊക്കെ ഇങ്ങനെ മൂത്ത് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ എല്ലാം നല്ല പയർ പിടിച്ച് വരുന്നുണ്ടോ, ഇഷ്ടം പോലെ പിടിച്ച് വരുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. അതുപോലെ ഞാൻ അന്ന് തന്നെ എബിനൊക്കെ കളിയാക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ ഇതിലേക്കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ നടക്കണമെന്നൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ ദൈവം തമ്പുരാൻ എനിക്ക് പയറൊക്കെ പിടിപ്പിച്ച് തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം പയർ നടുമ്പോൾ. ഇപ്പം പയറൊക്കെ എല്ലാവരും നട്ടുപിടിപ്പിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഒരു 4 ക്ലാസ് ചെയ്ത ഒരു പയറിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, അതിൻ്റെ മുളകിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. എല്ലാവർക്കും പയറും മുളകും ഒക്കെ നന്നായി പിടിക്കുന്നു, നന്നായി വളർത്തുന്നു എന്നൊക്കെ അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഞാൻ ഈ പയറിനകത്ത് കാണിച്ച കുറച്ച് വളപ്രയോഗം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ വളപ്രയോഗമൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്കും ഇതേപോലെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രോ ബാഗുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഒന്ന് ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ആ വളക്കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ പയറൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പം തന്നെ നമുക്ക് വളപ്രയോഗം ചെയ്യാം. അപ്പം പയർ പിടിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ വളപ്രയോഗം നിർത്തേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചാരം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സൂപ്പർ മീലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ മൂന്നും കൂടെ അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പയറിൻ്റെ ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ സൈറ്റിലാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ളതായ പയർ വിത്തുകളുണ്ട് കേട്ടോ. ഒരു 13-14 ടൈപ്പ് വിത്തുകളാണുള്ളത്. അർക്കമംഗള, അനശ്വര, ദീപിക, ലോല, കാശി കാഞ്ചൻ, ജ്യോതിക, വൈജയന്തി, സുമന്ത്, ഭാഗ്യലക്ഷ്മി, കനകമണി, അർക്ക, ഗരിമ, സുമൻ, സമൃദ്ധി, ഇങ്ങനെ പലതരത്തിലുള്ളതായ പയറുകളൊക്കെ നമ്മുടെ സൈറ്റിൽ ലഭ്യമാണ്. ഇനി നമുക്ക് ഈ വളം നമ്മുടെ പയറിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പയറിന് കട്ടിയുള്ള ആഹാരവും കൊടുക്കണം, പിന്നെ ലിക്വിഡായിട്ടുള്ള ആഹാരവും കൊടുത്തെങ്കിൽ മാത്രമേ പയർ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പയറിൻ്റെ ചുവടൊക്കെ തറഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇടയ്ക്കൊക്കെ നമ്മൾ എന്ത് വേണം, ഇങ്ങനെ കത്തിയോ എന്തെങ്കിലും മണ്ണ് ഇളക്കുന്ന സാധനം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പഴയ ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പഴയ കത്തികളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വെച്ചേക്കുക, ഇങ്ങനെയൊക്കെ ഇളക്കിയൊക്കെ കൊടുക്കാം. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് മണ്ണ് മാറ്റി കൊടുത്തതിന് ശേഷം ഗ്രോ ബാഗിൻ്റെ ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ മൂന്നും കൂടെ മിക്സ് ചെയ്തേക്കുന്ന വളം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മണ്ണ് ഇതായിട്ട് ഇരിപ്പുണ്ട്, നിറഞ്ഞിരിപ്പുണ്ട്. പിന്നെ നമ്മൾ മടക്കി വെച്ചേക്കുന്നതായ ഗ്രോ ബാഗ് നമ്മളെന്ത് വേണം, നിവർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് മണ്ണും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിനും ഇതേപോലെ നമുക്ക് അങ്ങോട്ട് വളം ഇട്ട് കൊടുക്കാം. മണ്ണ് ഇളക്കുമ്പോൾ ഒരുപാട് ആഴത്തിന് നമ്മൾ ഇളക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. എല്ലാത്തിനും ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വളം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒരു 10 ദിവസം കഴിയുമ്പം വീണ്ടും നമുക്ക് എന്തെങ്കിലും ഇതേപോലെ കട്ടിയായിട്ടുള്ള ആഹാരം അതിന് കൊടുക്കണം. ഇനി എല്ലുപൊടി ഇട്ട് കൊടുക്കാം, അതേപോലെ നമ്മുടെ വീട്ടിലെ കമ്പോസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം, കോഴിവളം ഇട്ട് കൊടുക്കാം. കോഴിവളമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ പയറിഞ്ഞ് പിടിച്ച് വന്നോളും. അപ്പം നമ്മൾ പയർ വേണമെന്നുണ്ടെങ്കിൽ, അഥവാ വിത്തിന് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിക്കുന്നതായ കുറച്ച് പയറുകൾ നമ്മളിങ്ങനെ നിർത്തിയേക്കണം. നല്ലതുപോലെ വിളഞ്ഞതിന് ശേഷം, ഇതേപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം അത് പറിക്കാനായിട്ട് ശ്രമിക്കുക. അന്നേരം നമുക്ക് എപ്പോഴും പയറൊക്കെ നടാനായിട്ട് പറ്റും. ഇപ്പം നമുക്കിനി കുറച്ച് ഗ്രോ ബാഗിനകത്ത് വൈജയന്തി പയറും കൂടെ നമുക്ക് നടാം. അപ്പോൾ ഒന്ന് കഴിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ അടുത്തത് നടാനായിട്ട് ശ്രമിക്കണം. ഇപ്പം ആദ്യമേ നട്ട പയറൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. ഇപ്പം ഈ നീളമുള്ള പയറായി. ഇപ്പം വേറെ ഞാൻ പയർ നട്ടിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ വൈജയന്തി പയർ നമുക്ക് നട്ട് അത് കിളിച്ച് വരും. ഇപ്പോൾ നമുക്കിങ്ങനെ മാറി മാറി നമുക്ക് പയറിൻ്റെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വൈജയന്തി പയറൊന്ന് നടാം. ഞാൻ നടാൻ പോകുന്നത് നമ്മുടെ പച്ച ഗ്രോ ബാഗിനകത്തോട്ടാണ്. പച്ച ഗ്രോ ബാഗിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ഇതിനകത്ത് ഇങ്ങനെ ഒരു വെള്ള നാടയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ പയറൊക്കെ പടർന്നു വരുവാന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് പടർത്തി നമ്മുടെ പന്തലിനകത്തോട്ടൊക്കെ നമുക്ക് കയറ്റി വിടാം. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഒരു 3 പയർ നമുക്ക് നട്ടു കൊടുക്കാം. അപ്പം നമ്മൾ പയർ നടുമ്പോൾ ഒരുപാട് ആഴത്തിൽ കൊണ്ടുവന്ന് നടേണ്ട കാര്യമല്ല. അപ്പം നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ പകുതി മാത്രം താഴത്തിൽ മാത്രം നമ്മൾ പയർ നടാനായിട്ട് ശ്രമിക്കുക. എല്ലാ വിത്തുകളും അങ്ങനെ തന്നെ, ഒരുപാട് ആഴത്തിൽ കൊണ്ടുവന്ന് ഇടാൻ പാടില്ല. അതുപോലെ നമുക്ക് എല്ലാ ഗ്രോ ബാഗിനകത്തും നട്ടു കൊടുക്കാം. അപ്പം നമ്മുടെ സൈറ്റിൽ നിന്ന് വാങ്ങുന്നതായ പയർ വിത്തുകൾ, വെണ്ട വിത്തുകളൊന്നും നിങ്ങൾ വെള്ളത്തിൽ കുതിർക്കേണ്ട ആവശ്യമില്ല. അത് ഡയറക്റ്റ് മണ്ണിൽ തന്നെ ഇട്ടാൽ മതി. പിന്നെ പാവലിൻ്റെ പടവലത്തിൻ്റെയൊക്കെ ആണെന്നുണ്ട്, ചുരക്കയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നടുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി ഇതിനകത്തോട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാമെന്നറിയാമോ, കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. കുത്തനെ ഒന്നും കൊണ്ടൊന്ന് ഏത് വിത്തുകളിട്ടാലും കുത്തനെ കൊണ്ടൊന്ന് വെള്ളം ഒഴിക്കാതെ ഇരിക്കുക. ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ അത് വളർന്നു വരുമ്പോൾ നമ്മൾ സ്വല്പം സൂഡോമോണസ് കലക്കി നമുക്ക് തളിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്വല്പം ചാണകം എടുത്തിട്ട് അത് നൈസായിട്ട് തളിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ തൈകൾ നല്ല ആരോഗ്യത്തോടു കൂടി അങ്ങ് വളർന്നു വരും. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സുമന്ത് നട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുറ്റിപ്പയർ നട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് അർക്കമ്മങ്ങൾ നട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ഗ്രോ ബാഗിനകത്ത് പാവൽ നട്ടിട്ടുണ്ട്. പാവലിനകത്തൊക്കെ ചെറുതായിട്ട് കായൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ കൂടുതൽ നട്ടില്ലെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ നടാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മുടെ നീളമുള്ള പയറിന് ശേഷം ഞാൻ നട്ട പയറാണ് ഇതിപ്പം. മറ്റേനകത്ത് നമ്മുടെ നീളമുള്ള പയറൊക്കെ പിടിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ദാണ്ട് ഇതിനകത്ത് മുട്ടുകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, പയർ ഒക്കെ പിടിക്കാനായിട്ടും തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഓരോ പയറും ഇതിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് വേണം, അടുത്തത് നട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾക്ക് ക്ഷാമം വരത്തില്ല. അപ്പം നിങ്ങളും ഇതേപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്കൊരു പ്രത്യേക സന്തോഷവും ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇച്ചിരി ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം കാണും, വിത്തുകൾ ഗ്രോ ബാഗുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ കൃഷി ചെയ്യാനുള്ള വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.